പ്രിയമുള്ളവരെ, വചനജ്വാല 1755 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് 2026 ജൂൺ 21 ഞായറാഴ്ച. എല്ലാവർക്കും ഏറ്റവും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ ദൈവത്തിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുന്ന പൊൻസുദിനം. ഇന്നത്തെ വചന വായനയിൽ എസെക്കിയേലിന്റെ പുസ്തകം 34 അധ്യായം 16 മുതൽ 31 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. നഷ്ടപ്പെട്ടതിനെ ഞാൻ അന്വേഷിക്കും, വഴിതെറ്റിപ്പോയതിനെ ഞാൻ തിരികെ കൊണ്ടുവരും, മുറിവേറ്റതിനെ ഞാൻ വെച്ചുകെട്ടും, ബലഹീനമായതിനെ ഞാൻ ശക്തിപ്പെടുത്തും, കൊഴുത്തതിനെയും ശക്തിയുള്ളതിനെയും ഞാൻ സംരക്ഷിക്കും, നീതിപൂർവം ഞാൻ അവയെ പോറ്റും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ അജഗണമേ, ഞാൻ ആടിനും മധ്യേയും മുട്ടാടിനും കോലാട്ടിൻ മുട്ടനും മധ്യേയും വിധി നടത്തും. നല്ല മേച്ചിൽ സ്ഥലത്ത് നിങ്ങൾക്ക് മേഞ്ഞാൽ പോരെ? മിച്ചമുള്ള പുൽത്തകിടി ചവിട്ടിത്തേച്ച് കളയണോ? ശുദ്ധജലം കുടിച്ചാൽ പോരെ? ശേഷമുള്ളതെല്ലാം ചവിട്ടിക്കലക്കണമോ? എൻ്റെ ആടുകൾ നിങ്ങൾ നിമിത്തം ചവിട്ടിത്തേച്ചവ തിന്നുകയും ചവിട്ടിക്കലക്കിയത് കുടിക്കുകയും ചെയ്യണമോ? ദൈവമായ കർത്താവ് അവരോട് അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ തന്നെ കൊഴുത്താടുകൾക്കും മെലിഞ്ഞാടുകൾക്കും മധ്യേ വിധി പ്രസ്താവിക്കും. അന്യദേശങ്ങളിലേക്ക് ചിതറിക്കുവോളം ദുർബലമായവയെ നിങ്ങൾ പാർശ്വം കൊണ്ടും ചുമലുകൊണ്ടും തള്ളുകയും കൊമ്പുകൊണ്ട് കുത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ ആട്ടിൻപറ്റത്തെ സംരക്ഷിക്കും, മേലിൽ അവ ആർക്കും ഇരയാവുകയില്ല. ആടിനും മധ്യേ ഞാൻ വിധി നടത്തും. ഞാൻ അവയ്ക്ക് ഒരു ഇടയനെ, എൻ്റെ ദാസനായ ദാവീദിനെ നിയമിക്കും. അവൻ അവയെ മേയ്ക്കും, അവയെ പോറ്റുകയും അവരുടെ ഇടയനായിരിക്കുകയും ചെയ്യും. കർത്താവായ ഞാൻ അവരുടെ ദൈവമായിരിക്കും. എൻ്റെ ദാസനായ ദാവീദ് അവരുടെ രാജാവാകും. കർത്താവായ ഞാൻ ഇത് പറഞ്ഞിരിക്കുന്നു. അവരുമായി ഒരു സമാധാനം ഉടമ്പടി ഞാൻ ഉറപ്പിക്കും. അവർക്ക് വിജനപ്രദേശങ്ങളിൽ സുരക്ഷിതമായി വസിക്കാനും വനത്തിൽ കിടന്ന് ഉറങ്ങാനും കഴിയുമോ? വന്യമൃഗങ്ങളെ ദേശത്തു നിന്ന് ഞാൻ തുരത്തും. അവരെയും എൻ്റെ മലയ്ക്ക് ചുറ്റുമുള്ള സ്ഥലങ്ങളെയും ഞാൻ അനുഗ്രഹിക്കും. ഞാൻ യഥാസമയം മഴ പെയ്യിക്കും, അത് അനുഗ്രഹ വർഷമായിരിക്കും. വയലിലെ വൃക്ഷങ്ങൾ ഫലം നൽകും, ഭൂമി വിളവു തരും. അവർ തങ്ങളുടെ ദേശത്തെ സുരക്ഷിതരായിരിക്കും. ഞാൻ അവരുടെ നുകം തകർക്കുകയും അടിമപ്പെടുത്തിയവരുടെ കരങ്ങളിൽ നിന്ന് അവരെ മോചിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഞാനാണ് കർത്താവ് എന്ന് അവർ അറിയും. മേലിൽ അവർ ജനതകൾക്കിരയാവുകയോ വന്യമൃഗങ്ങൾ അവരെ വിഴുങ്ങുകയോ ചെയ്യുകയില്ല. അവർ സുരക്ഷിതരായിരിക്കും, ആരും അവരെ ഭയപ്പെടുത്തുകയുമില്ല. തങ്ങളുടെ ദേശം പട്ടിണി കൊണ്ട് നശിക്കാതിരിക്കേണ്ടതിനും ജനതകളുടെ നിന്ദനം ഏൽക്കാതിരിക്കേണ്ടതിനും ഞാൻ അവർക്ക് സമൃദ്ധിയുള്ള തോട്ടങ്ങൾ പ്രദാനം ചെയ്യും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ അവരുടെ ദൈവമായ കർത്താവ് അവരുടെ കൂടെയുണ്ടെന്നും അവർ ഇസ്രായേൽ ഭവനം എൻ്റെ ജനമാണെന്നും അവർ അറിയും. നിങ്ങൾ എൻ്റെ ആടുകളാണ്, എൻ്റെ മേച്ചിൽ സ്ഥലത്തെ ആടുകൾ. ഞാനാണ് നിങ്ങളുടെ ദൈവം. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്.
പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് നമുക്കേറെ സുപരിചിതനായ വിശുദ്ധ അലോഷ്യസ് ഗോൺസാഗയുടെ തിരുനാൾ ആഘോഷിക്കുന്ന പൊൻസുദിനമാണ്. ഞാനൊരു വളഞ്ഞ ഇരുമ്പുവടിയാണ്, ആശാനിഗ്രഹവും പ്രാർത്ഥനയുമാകുന്ന ചുറ്റിക വഴി എന്നെ നേരെയാക്കാനാണ് ഞാൻ സന്യാസിയായത്. ഒരു പ്രഭുവിന്റെ മകനായി ജനനം, 7-ാം വയസ്സിൽ മാതാവിന്റെ ഉപ്പീസും സങ്കീർത്തനങ്ങളും ചൊല്ലിത്തുടങ്ങി. 9-ാം വയസ്സിൽ നിത്യ ബ്രഹ്മചര്യവ്രതം, ബുധൻ വെള്ളി ശനി ഉപവാസം, ആഴ്ചയിൽ 3 ദിവസം ചമ്മട്ടിയടി, അപ്പവും വെള്ളവും സാധാരണ ഭക്ഷണം, കൊട്ടാര ജീവിതം ഇഷ്ടപ്പെടായകയാൽ വിശുദ്ധരുടെ ജീവചരിത്രം വായിച്ചാണ് കഴിഞ്ഞിരുന്നത്. ഈശോ സഭ മിഷണറിമാർ ഇന്ത്യയിൽ എന്ന ഒരു ഗ്രന്ഥം വായിച്ചപ്പോൾ മുതൽ ഈശോ സഭയിൽ ചേരാൻ തോന്നി. പിതാവിനോട് 4 കൊല്ലം ഏറ്റുമുട്ടി. 17-ാം വയസ്സിൽ നൊവീഷ്യേറ്റിൽ ചേർന്നു. 23-ാം വയസ്സിൽ അന്തിമ ദൈവശാസ്ത്ര ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് രോഗികളെ ശുശ്രൂഷിക്കുന്നതിനിടെ പനി പിടിച്ച് ഈശോ എന്ന തിരുനാമം ആവർത്തിച്ച് സ്വർഗത്തിലേക്ക് പറന്നു. പ്രിയമുള്ളവരെ, വിശുദ്ധ അലോഷ്യസ് ഗോൺസാഗയുടെ മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ഞായറാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.